ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സൈക്കസിൻ്റെ സ്റ്റെമ്മിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റെമ്മിൻ്റെ ആ ഒരു സ്ട്രക്ചറും കാര്യങ്ങളും നോക്കാം. യങ് സ്റ്റെം എന്ന് പറയുന്നത് ഇറഗുലർ ആയിരിക്കും അതിൻ്റെ ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു എന്താണ് ലീഫ് ബേസുകൾ ഉണ്ടായിരിക്കും. അതിൻ്റെ സ്റ്റെമ്മിൻ്റെ ചുറ്റുമായിട്ട് ലീഫ് ബേസ് ഉണ്ടാവും. അതപ്പം നമ്മൾ ആ ഇന്നൊരു സെക്ഷൻ എടുത്തു കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് എന്തായിരിക്കും ആ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത് ഇറഗുലർ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതായത് ഒരു സർക്കുലർ ഫോമിലല്ല അതിൻ്റെ സ്റ്റെം ഉണ്ടാവുക, ഒരു ഇറഗുലർ പാറ്റേണിലാണ് അതിൻ്റെ സ്റ്റെം ഉണ്ടാവുക. ഇൻറ്റേർണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ അതേപോലെ തന്നെയാണ് ഇൻറ്റേർണൽ സ്ട്രക്ചർ വരുന്നത്. അത് ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നത് എപ്പിഡെർമിസ്, കോർട്ടെക്സ്, വാസ്കുലാർ സിലിണ്ടർ എന്നുള്ള രീതിയിൽ മൂന്നായിട്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ളത്. എപ്പിഡെർമിസ് എന്ന് പറയുന്നത് ഏറ്റവും പുറത്തുള്ള ആ ഒരു ലെയറിനെയാണ് നമ്മൾ എപ്പിഡെർമിസ് എന്ന് പറയുന്നത്. അത് കവർ ചെയ്തുകൊണ്ട് എന്തുണ്ടായിരിക്കും, തിക്കായിട്ടുള്ള ക്യൂട്ടിക്കിൾ ഉണ്ടായിരിക്കും. അപ്പോൾ തിക്കായിട്ടുള്ള ക്യൂട്ടിക്കിൾ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? അതായത് സ്റ്റെം എന്നൊക്കെ പറയുമ്പോൾ എന്താണ് സൺലൈറ്റിനോട് എക്സ്പോസ്ഡ് ആയിട്ടുള്ള പോർഷൻ അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ട്രാൻസ്പിരേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ക്യൂട്ടിക്കിളിൻ്റെ പ്രസൻസ് ഉണ്ടായിരിക്കും, തിക്കായിട്ടുള്ള ക്യൂട്ടിക്കിളിൻ്റെ പ്രസൻസ് ഉണ്ടായിരിക്കും ഡീഹൈഡ്രേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ തിക്കായിട്ടുള്ള എപ്പിഡെർമിസ് എന്ന് പറയുന്ന പുറത്തുള്ള ആ ഒരു ലെയർ, അതിന് ചുറ്റുമായിട്ട് എന്താണ് ഒരു തിക്കായിട്ടുള്ള ക്യൂട്ടിക്കൽ കവറിങ് ഉണ്ടായിരിക്കും ആ ഒരു എപ്പിഡെർമിസിന്. ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും, ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള ലീഫ് ബേസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡിസ്കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇനി കോർട്ടെക്സിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോർട്ടെക്സ് എന്ന് പറയുന്നത് കോർട്ടെക്സിൻ്റെ പ്രധാന പോർഷനും എന്ന് പറയുന്നത് പാരങ്കൈമാറ്റസ് ആയിട്ടുള്ള സെല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കോർട്ടെക്സ് എന്ന് പറയുന്നത്. അതിൽ നിറയെ എന്തുണ്ടായിരിക്കും, സ്റ്റാർച്ച് ഗ്രെയിൻസ് ഉള്ള സെല്ലുകളായിരിക്കും ഈ കോർട്ടെക്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. പാരങ്കൈമാറ്റസ് ആയിട്ടുള്ള സ്റ്റാർച്ച് ഗ്രെയിൻസ് ഉള്ള സെല്ലുകൾ കൊണ്ടാണ്. ഇനി അതിന് ആ കോർട്ടെക്സിൻ്റെ ഇടയിലായിട്ട് എന്തൊക്കെ കാണാം, മ്യൂസിലേജിനസ് കനാൽസും അതുപോലെ തന്നെ ലീഫ് ട്രേസസും, ഒരുപാട് മ്യൂസിലേജിനസ് കനാൽസും ലീഫ് ട്രേസുകളും നമുക്ക് ആ ഒരു കോർട്ടെക്സിനെ ട്രാൻസ്ഫേഴ്സ് ചെയ്തുകൊണ്ട് കാണാം. ഓക്കെ, ഇനി അതിൻ്റെ ഇന്നർമോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് എന്താണ്, എൻഡോഡെർമിസ് ആണ്. എൻഡോഡെർമിസിൻ്റെ ഉള്ളിൽ എന്തുണ്ടായിരിക്കും, പെരിസൈക്കിൾ ഉണ്ടായിരിക്കും. എന്താണ് രണ്ടും എന്താണ് ഡിസ്റ്റിങ്ക്റ്റ് അല്ല അത്ര. യങ് സ്റ്റെമ്മിൽ രണ്ടും അത്ര ഡിസ്റ്റിങ്ക്റ്റ് അല്ല, രണ്ടും ഏകദേശം ഒരേപോലെ തന്നെയാണ് എന്ത് ഉള്ളത് യങ് സ്റ്റെമ്മിൽ. ഇനി വാസ്കുലാർ സിലിണ്ടർ എന്ന് പറയുന്നത് വളരെ സ്മോൾ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇതിൽ ഒരുപാട് എന്തുണ്ടായിരിക്കും, ഒരുപാട് വാസ്കുലാർ ബണ്ടിൽസ് ഉണ്ടായിരിക്കും. അതൊരു റിങ് ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാസ്കുലാർ ബണ്ടിലിനെ നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റീലിനെ നമ്മൾ എക്ടോഫ്ലോയിക് സൈഫണോസ്റ്റീൽ എന്നാണ് പറയാം. അതായത് സൈലത്തിൻ്റെ ഒരു റിങ് ഉണ്ടായിരിക്കും. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം സൈലത്തിൻ്റെ ഒരു റിങ് ഉണ്ടായിരിക്കും, അതിനെ കവർ ചെയ്തുകൊണ്ട് അതിന് ചുറ്റുമായിട്ട് ഫ്ലോയത്തിൻ്റെ മറ്റൊരു റിങ് ഉണ്ടായിരിക്കും. വീണ്ടും സൈലത്തിൻ്റെ ഒരു റിങ് ഉണ്ടായിരിക്കും, വീണ്ടും സൈലത്തിൻ്റെ ഒരു റിങ് ഉണ്ടായിരിക്കും, അതിന് ചുറ്റുമായിട്ട് ഫ്ലോയത്തിൻ്റെ ഒരു റിങ് ഉണ്ടായിരിക്കും. അങ്ങനെ റിങ് ആയിട്ടായിരിക്കും എന്തുണ്ടാവുക, സൈലും ഫ്ലോയും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അതിനെയാണ് നമ്മൾ എക്ടോഫ്ലോയിക് സൈഫണോസ്റ്റീൽ എന്ന് പറയുന്നത്. അതായത് ഒരു സൈലത്തിൻ്റെ റിങ്, അതിന് ചുറ്റുമായിട്ട് ഒരു ഫ്ലോയത്തിൻ്റെ റിങ്, വീണ്ടും ഒരു സൈലത്തിൻ്റെ റിങ്, അങ്ങനെ സൈലും ഫ്ലോയും റിങ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്ന ആ ഒരു അറേഞ്ച്മെൻറ്റിനെ പറയുന്ന പേരാണെന്ത്, എക്ടോഫ്ലോയിക് സൈഫണോസ്റ്റീൽ. ഇത് നമ്മുടെ ഓസ്മുണ്ട എന്നൊക്കെ പറയുന്ന ടെറിഡോഫൈറ്റ്സിൽ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് സ്റ്റീലാണ് എന്ത്, എക്ടോഫ്ലോയിക് സൈഫണോസ്റ്റീൽ എന്ന് പറയുന്നത്. വാസ്കുലാർ ബണ്ടിൽസ് എന്താണ്, കൺജോയിൻ്റ് ആണ്. അതായത് ഒരേ റേഡിയസിലാണ് എന്ത് വാസ്കുലാർ ബണ്ടിൽസ് ഉള്ളത്. കൊളാട്രൽ ആണ്, ഓപ്പൺ ആണ്, എന്താണ് കാമ്പിയം ഉണ്ട്. എൻഡാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ പ്രോട്ടോസൈലം എന്ന് പറയുന്നത് സെൻറ്ററിലായിരിക്കും ഉണ്ടാവുക. എന്താ മെറ്റാസൈലം ആയിരിക്കും പെരിഫറിയിൽ ഉണ്ടായിരിക്കുക. ഓക്കെ,
ഇനി ഈ ബണ്ടിൽസ് സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് എന്തുണ്ടായിരിക്കും? പാരങ്കൈമാറ്റസ് ആയിട്ടുള്ള മെഡുലറി റേസ് ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ പാരങ്കൈമാറ്റസ് ആയിട്ടുള്ള മെഡുലറി റേസ് ഉണ്ടാവും ഇവിടെ. പാരങ്കൈമാറ്റസ് ആയിട്ടുള്ള മെഡുലറി റേസ് ഉണ്ടാവും എവിടെ? നമ്മുടെ ഈ ബണ്ടിൽസിന്റെ ഇടയിൽ ബണ്ടിൽസിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് എന്താണ്ടാവും? പാരങ്കൈമാറ്റസ് ആയിട്ടുള്ള മെഡുലറി റേസ് ഉണ്ടാവും. ഈ സൈലത്തിൽ എന്താണ്? ട്രക്കീഡ്സും സൈലം പാരങ്കൈമിയും ആണ് ഉള്ളത്. പിന്നെ ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ദ വെസൽസ് ഓഫ് പ്രോട്ടോസൈലം ഹാവ് സ്പൈറൽ തിക്കനിങ്. അതിൽ പക്ഷേ ഒരു കറക്ഷൻ ഉണ്ട്. വെസൽസ് ഒബിയസ്ലി ഇല്ല. പിന്നെ അങ്ങനത്തെ ഒരു പോയിന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് ട്രക്കീഡ്സ്, നമ്മുടെ സൈലത്തിൽ ട്രക്കീഡ്സും സൈലം പാരങ്കൈമിയും ആണ് ഉള്ളത്. അതിൽ സൈലം ട്രക്കീഡ് എന്ന് പറയുന്നതിൽ ട്രക്കീഡ് നമ്മുടെ പ്രോട്ടോസൈലത്തിലുള്ള സൈലം ട്രക്കീഡ് എന്താണ്? അതിൽ സ്പൈറൽ തിക്കനിങ് ആണ് കാണിക്കുന്നത്. മെറ്റാസൈലത്തിന്റെ ട്രക്കീഡ് എന്ന് പറയുന്നത് എന്താണ്? സ്കാലറിഫോം തിക്കനിങ് ആണ് കാണിക്കുന്നത്. അത്രയാണ് ഉദ്ദേശിക്കുന്നത്. ആ വെസൽ എന്നുള്ള പോയിന്റ് അവിടുന്ന് കട്ട് ചെയ്തിട്ട് അവിടെ ട്രക്കീഡ് എന്നാണ് ആക്കേണ്ടത്. ഓക്കെ, ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്? ഫ്ലോയത്തിൽ സീവ് ട്യൂബ്സും അതുപോലെ തന്നെ പാരങ്കൈമിയും ആണ് ഉള്ളത്. കമ്പാനിയൻ സെൽസ് എന്താണ്? ആബ്സെന്റ് ആണ്. ഈ ഒരു സൈക്കസിന്റെ ഒരു പ്രത്യേകത നോക്കുകയാണെങ്കിൽ വെസൽസും അതുപോലെ തന്നെ കമ്പാനിയൻ സെൽസും എന്തായിരിക്കും? ആബ്സെന്റ് ആയിരിക്കും അല്ലെ? പിന്നെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു കാമ്പിയം ഉണ്ട്. നമ്മുടെ പ്രൈമറി സൈലത്തിന്റെയും പ്രൈമറി ഫ്ലോയത്തിന്റെയും ഇടയിലായിട്ട് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കാമ്പിയം പ്രസന്റ് ആണ്. അപ്പോൾ കാമ്പിയം എന്തിനാണ്? സെക്കൻഡറി ഗ്രോത്തിന് വേണ്ടിയിട്ട്. ഇനി വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു പാരങ്കൈമാറ്റസ് പിത്ത് ഉണ്ടായിരിക്കും അതിൻ്റെ സെൻറ്ററിൽ. അവിടെ എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റാർച്ച് റിച്ച് ആയിട്ടുള്ള സെൽസ് ആണുള്ളത്. ചിലതിൽ ടാനിൻസും അതുപോലെ തന്നെ മ്യൂസിലേജിനസ് സബ്സ്റ്റൻസും കാണാറുണ്ട്. ഈ പിത്ത് എന്ന് പറയുന്നതിൽ മ്യൂസിലേജിനസ് കനാൽസ് ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്താന്ന് വെച്ചാൽ നമ്മുടെ സൈക്കസിന്റെ അനാട്ടമിക്കൽ ഫീച്ചറിൽ ഒരു സ്ട്രൈക്കിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഗേർഡിൽ ട്രേസസ് ഉണ്ടായിരിക്കും. സ്റ്റെമ്മിൽ ഗേർഡിൽ ട്രേസസ് ഉണ്ടായിരിക്കും. അതെന്ന് പറയുന്നത് അതിൻ്റെ ക്രോസ് സെക്ഷനിൽ നമ്മളിപ്പം സൈക്കസിന്റെ സ്റ്റെമ്മിന്റെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യക്തമായിട്ട് എന്ത് കാണാൻ പറ്റും? ഈ ഗേർഡിൽ ട്രേസസ് കാണാനായിട്ട് പറ്റും. നമ്മൾ സ്റ്റെമ്മിന്റെ TS എടുത്തു കഴിഞ്ഞാൽ ലീഫ് ട്രേസുകൾ ഉണ്ടാവും എവിടെ? കോർട്ടിക്കൽ റീജിയനിൽ. നമ്മളെ കോർട്ടെക്സ് റീജിയനിൽ ഒരുപാട് ലീഫ് ട്രേസസ് ഉണ്ടാവും. ഇപ്പോൾ ഈ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഗേർഡിൽ ട്രേസസ്. കണ്ടോ? ഗേർഡിൽ ട്രേസസ്, അതുപോലെ മ്യൂസിലേജ് കനാല് അതൊക്കെ ഉണ്ടായിരിക്കും ഈ കോർട്ടെക്സിൽ. അതുപോലെ നമ്മളെ ലീഫ് ബേസ് നമ്മൾ പറഞ്ഞു ഇറഗുലർ ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ ആണ്. അതിൻ്റെ കാരണം എന്താണ്? നമ്മുടെ ലീഫ് ബേസിൻ്റെ പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള ലീഫ് ബേസിൻ്റെ പോർഷൻ ആണ് എന്ത്? ഇറഗുലർ ആയിട്ട് കാണുന്നത്. ഓക്കെ, ഇനി ഓരോ ലീഫിനും എന്താണ്? 4 ട്രേസ് ഉണ്ടായിരിക്കും അല്ലേ? ഓരോ ലീഫിനും 4 ട്രേസസ് ഉണ്ട്. അതിൽ 2 എന്ന് പറയുന്നത് ഒരേ സൈഡിൽ നിന്നായിരിക്കും, ലീഫിൻ്റെ സെയിം സൈഡിൽ നിന്നായിരിക്കും വരുന്നുണ്ടാവുക. 2 ട്രേസ് എന്ന് പറയുന്നത് ലീഫിൻ്റെ സെയിം സൈഡിൽ നിന്നാണ് വരുന്നത്. അത് എന്താണ്? ലീഫിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യും. അങ്ങനത്തെ ട്രേസിനെ നമ്മൾ ഡയറക്റ്റ് ട്രേസ് എന്നാണ് പറയുക. ഞാൻ പറയുന്നത് ക്ലിയർ ആയോ എന്നൊന്നും കൂടി ശ്രദ്ധിക്കാം. അപ്പം നമ്മൾ പറഞ്ഞത് ഒരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചർ ഉണ്ട് എന്താണ്? നമ്മുടെ സൈക്കസിന്, അതായത് ഗേർഡിൽ ട്രേസസിൻ്റെ പ്രസൻസ് ഉണ്ട്. എന്ത്? സ്റ്റെമ്മിൽ ഗേർഡിൽ ട്രേസസുകളുണ്ട്. നമ്മൾ ക്രോസ് സെക്ഷനിൽ കോൺസ്പിക്യസ് ആയിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ ഗേർഡിൽ ട്രേസസുകൾ കാണാനായിട്ട് പറ്റും. ഇനി നമ്മൾ സ്റ്റെമ്മിൻ്റെ TS ആണ് എടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് എന്താണ്? ലീഫ് ട്രേസസ്, ഒരുപാട് ലീഫ് ട്രേസസ് അതിൻ്റെ കോർട്ടിക്കൽ റീജിയനിൽ കാണാനായിട്ട് പറ്റും. ഓരോ ലീഫും 4 ട്രേസസ് ആണ് റിസീവ് ചെയ്യുന്നത്. അതിൽ 2 എന്ന് പറയുന്നത് ലീഫ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള അതേ സൈഡിൽ നിന്നായിരിക്കും 2 ഉണ്ടാവുക. ആ 2 ആ ഒരു ലീഫിലേക്ക് ഡയറക്റ്റ് ആയിട്ടാണ്
എൻറ്റർ ചെയ്യാം. അങ്ങനത്തെ ട്രേസുകളെ നമ്മൾ എന്ത് പറയും? ഡയറക്റ്റ് ട്രേസ് എന്ന് പറയും. ബാക്കി രണ്ടെണ്ണം എന്ന് പറയുന്നത് ലീഫിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഉണ്ടാവുക. ഇതെങ്ങനെയാ ആ ലീഫിലേക്ക് എൻറ്റർ ചെയ്യാന്ന് വെച്ചാൽ അത് എന്ത് ചെയ്യും? ആ വാസ്കുലാർ സിലിണ്ടറിന് ചുറ്റും ഒന്ന് ടേൺ ചെയ്യും. വാസ്കുലാർ സിലിണ്ടറിന് ചുറ്റും ഒന്ന് ടേൺ ചെയ്തിട്ടാണ് അത് ആ ലീഫിലേക്ക് എൻറ്റർ ചെയ്യുക. ആ ഒരു ട്രേസ് എന്ന് പറയുന്നത് ആ വാസ്കുലാർ സിലിണ്ടറിന് ചുറ്റും ഒരു ഗേർഡിൽ ഫോം ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഗേർഡിൽ ട്രേസസ് എന്ന് പറയുന്നത്. പിന്നീട് ഇതെന്ത് ചെയ്യും? നമ്മൾ റാച്ചിൻസിലേക്ക് എൻറ്റർ ചെയ്യാണ് ചെയ്യുക ഈ ട്രേസസ്. ആ റാച്ചിൻസിലേക്ക് ആ ട്രേസസ് എൻറ്റർ ചെയ്യുമ്പം അതെന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. പല സ്ട്രാൻഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ റാച്ചിൻസിൽ ഒരുപാട് എന്തുണ്ടാവും? വാസ്കുലാർ ബണ്ടിൽസ് ഉണ്ടാവും. അത്രയാണ് ആ ഒരു പോർഷനിൽ നമുക്ക് പറയാനുള്ളത്. ഞാൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു അതിൻ്റെ ഒരു സ്പെഷ്യൽ ഫീച്ചറാണ് എന്ത്? സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ് എന്ത്? ഗേർഡിൽ ട്രേസസ്. അതെങ്ങനെ ഫോം ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അതായത് ലീഫ് ട്രേസസ് ഉണ്ടായിരിക്കും. ആ ലീഫ് ട്രേസസ് എന്ന് പറയുന്നത് 4 എണ്ണമാണ് ഒരു ലീഫിലേക്ക് കയറുന്നത്. അതിൽ 2 എണ്ണം ലീഫിൻ്റെ അതേ അതേ സൈഡിലായിരിക്കും ഉണ്ടാവുക. അത് ഡയറക്റ്റ് ആയിട്ട് എൻറ്റർ ചെയ്യും. മറ്റേതെന്ന് പറയുന്നത് ബാക്കി 2 എണ്ണം ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതെന്ത് ചെയ്യും? ടേൺ ചെയ്തിട്ട് ആ വാസ്കുലാർ സിലിണ്ടറിന് ചുറ്റും ടേൺ ചെയ്തിട്ട് ഒരു ഗേർഡിൽ ഫോം ചെയ്യും. എന്നിട്ടാണ് ലീഫിലേക്ക് എൻറ്റർ ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഗേർഡിൽ ട്രേസസ് എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം നമ്മുടെ ട്രേസസ് എന്ന് പറയുന്നത് റാച്ചിസിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അത് പല സ്ട്രാൻഡായിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അതുകൊണ്ട് തന്നെ ആ റാച്ചിസിൽ എന്ത് ചെയ്യും? ഒരുപാട് വാസ്കുലാർ ബണ്ടിൽസ് ഒരുപാടെണ്ണം ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡറി ഗ്രോത്ത് ആണ് നോക്കാനായിട്ട് പോകുന്നത്. ഈ സൈക്കസിൻ്റെ സ്റ്റെമ്മിലെ സെക്കൻഡറി ഗ്രോത്ത്. അപ്പോൾ സൈക്കസിൻ്റെ സ്റ്റെമ്മിൽ സെക്കൻഡറി തിക്കനിങ് എന്ന് പറയുന്നത് നമ്മുടെ ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ അതേപോലെ തന്നെയാണ് എന്ത് നടക്കുന്നത്? സെക്കൻഡറി തിക്കനിങ് എന്ന് പറയുന്നത് നടക്കുന്നത്. ഇത് എന്തിൻ്റെ സഹായത്തോടെ, എന്തിൻ്റെ ആക്ടിവിറ്റിയിലൂടെയാണ് നടക്കുന്നത്? കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കാമ്പിയൽ റിങ്ങിൻ്റെ പ്രവർത്തനം വഴിയാണ് എന്ത്? സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറയുന്നത് നടക്കുന്നത്. ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള കാമ്പിയൽ റിങ് ഫോം ചെയ്യുന്നത് ഫെസിക്കുലാർ കാമ്പിയത്തിൻ്റെയും ഇൻ്റർഫെസിക്കുലാർ കാമ്പിയത്തിൻ്റെയും ഫെസിക്കുലാർ കാമ്പിയും ഇൻ്റർഫെസിക്കുലാർ കാമ്പിയും കൂടി ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? യുണൈറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് ഫോം ചെയ്യുന്നത്? കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കാമ്പിയൽ റിങ് ഫോം ചെയ്യുന്നത്. ഈ ഇൻ്റർഫെസിക്കുലാർ കാമ്പി എന്ന് പറയുന്നത് വാസ്കുലാർ ബണ്ടിൽസിൻ്റെ ഇടയിൽ ഫോം ചെയ്യുന്നതാണ്. ഫെസിക്കുലാർ എന്ന് പറയുന്നത് വിത്തിൻ ദ കാമ്പിയം, വിത്തിൻ ദ വാസ്കുലാർ ബണ്ടിലിൽ ഫോം ചെയ്യുന്നതാണ് എന്ത്? ഫെസിക്കുലാർ കാമ്പി എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടി ചേർന്നിട്ട് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള കാമ്പിയൽ റിങ് ഫോം ചെയ്യും. എന്നിട്ട് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉള്ളിലേക്ക് സെക്കൻഡറി സൈലും പുറത്തേക്ക് സെക്കൻഡറി ഫ്ലോയും പ്രൊഡ്യൂസ് ചെയ്യും. ഇതിൻ്റെ സെക്കൻഡറി സൈലത്തിൽ മൾട്ടി സീരിയേറ്റ് ആയിട്ടുള്ള ബോർഡേർഡ് പിറ്റ്സ് ആണ് അതിൻ്റെ വാൾസിൽ കാണാറ്. സെക്കൻഡറി സൈലത്തിൽ മൾട്ടി സീരിയേറ്റ് ആയിട്ടുള്ള പിറ്റുകൾ കാണാറുണ്ട് സെക്കൻഡറി സൈലത്തിൻ്റെ വാളുകളിൽ. അതുപോലെ തന്നെ ഈ കാമ്പി എന്ന് പറയുന്നത് വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള മെഡുലറി റേസ്, പാരഗമാറ്റസ് മെഡുലറി റേസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരു കുറച്ച് സമയത്തിന് ശേഷം ഈ കാമ്പിയൽ റിങ് എന്ത് ചെയ്യും? അതിൻ്റെ ഫങ്ഷൻ നിർത്തിവെക്കും. എന്നിട്ട് പുതിയ കാമ്പി എന്ന് പറയുന്നത് പെരിസൈക്കിളിനോ അല്ലെങ്കിൽ ഇന്നർ കോർട്ടിക്കൽ ലെയേഴ്സിനോ ഫോം ചെയ്യും. എന്നിട്ട് പഴയ കാമ്പിയത്തിൻ്റെ പോലെ തന്നെ എന്ത് ചെയ്യും? ഉള്ളിലേക്ക് സെക്കൻഡറി സൈലും പുറത്തേക്ക് സെക്കൻഡറി ഫ്ലോയും പ്രൊഡ്യൂസ് ചെയ്യും. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ അത് വീണ്ടും ഇനാക്റ്റീവ് ആവും. പുതിയൊരു കാമ്പിയം വേറെ പ്രൊഡ്യൂസ് ചെയ്യും. അത് മറ്റേ കാമ്പിയത്തിനെ പോലെ തന്നെ ഉള്ളിലേക്ക് സെക്കൻഡറി സൈലും പുറത്തേക്ക് സെക്കൻഡറി ഫ്ലോയും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ എന്തുണ്ടാവും? ഒരു റിങ് പോലെ കോൺസെൻട്രിക് റിങ് ആയിട്ടുള്ള സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ആൾട്ടർനേറ്റിംഗ് ആയിട്ടുള്ള കോൺസെൻട്രിക് റിങ് ഫോം ചെയ്യും. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഉണ്ടാവും? പ്രൈമറി സൈലം ഉണ്ടാവും. അതിന് ചുറ്റുമായിട്ട് എന്താവും? പ്രൈമറി ഫ്ലോയ ഉണ്ടാവും. പിന്നെ സെക്കൻഡറി സൈലം വരും.
സെക്കൻഡറി ഫ്ലോയം വരും. അത് കഴിഞ്ഞിട്ട് വീണ്ടും സൈലം വരും, വീണ്ടും ഫ്ലോയം വരും. അങ്ങനെ ഒരു റിങ് പോലെ, ആൾട്ടർനേറ്റ് ആയിട്ടുള്ള റിങ് പോലെ എന്ത് ഫോം ചെയ്യും? വാസ്കുലർ ബണ്ടിൽസ് ഫോം ചെയ്യും, സൈലം ഫ്ലോയും ഫോം ചെയ്യും. നമ്മുടെ സൈക്കസ് പെക്ടിനേറ്റിയലൊക്കെ ഏകദേശം ഒരു 20 റിങ് വരെ ഫോം ചെയ്യും. അപ്പൊ യങ് സ്റ്റെമ്മില് മോണോസൈലിക് ആയിട്ടുള്ള യങ് സ്റ്റെമ്മിന്ന് പോളിസൈലിക് ആയിട്ടുള്ള മെച്ചുവർ ആവുമ്പോൾ പോളിസൈലിക് ആയിട്ട് മാറുന്നുണ്ട്. മോണോസൈലിക് ആയിട്ടുള്ള യങ് സ്റ്റെമ്മ് പോളിസൈലിക് ആയിട്ട് മാറുന്നുണ്ട്. സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്? സൈക്കസിലെ സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറയുന്നത് ചെറിയൊരു രീതിയിൽ എന്താണ്, അനോമലസ് ആണെന്ന് പറയാം. കോൺസെൻട്രിക് ആയിട്ടുള്ള റിങ്, വാസ്കുലർ ബണ്ടലിന്റെ കോൺസെൻട്രിക് ആയിട്ടുള്ള റിങ് ഫോം ചെയ്തിട്ട് പോളിസൈലിക് കണ്ടീഷൻ ഫോം ചെയ്യുന്നുണ്ട്. എന്താണ്, പ്രൈമറി വണ്ണിന്, അതായത് പ്രൈമറി സൈലത്തിന് ചുറ്റും കോൺസെൻട്രിക് ആയിട്ടുള്ള സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും റിങ്ങുകൾ ഫോം ചെയ്തിട്ട് പോളിസൈലിക് ആയിട്ട് മാറുന്നുണ്ട്. ഇനി എക്സ്ട്രാ സീലാർ ആയിട്ടുള്ള സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറയുന്നത് ഫെല്ലോജന്റെ ഫോർമേഷൻ വഴിയാണ് നടക്കുന്നത്. കോർക്ക് കാമ്പിയത്തിന് അത് സിമിലർ ആയിട്ട് എന്താണ്, അത് ഉള്ളിലേക്ക് ഫെല്ലോഡേം അല്ലെങ്കിൽ സെക്കൻഡറി കോർട്ടെക്സും പുറത്തേക്ക് ഫെല്ലം അല്ലെങ്കിൽ കോർക്ക് പുറത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ ലെൻറ്റിസെൽസിന്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് സിമിലർ ആയിട്ട് നടക്കും. യൂഷ്വൽ വേല തന്നെ എന്താണ്, ലെൻറ്റിസെല്ലും ഫോം ചെയ്യും. അത്രയാണ് എന്ത്, സ്റ്റെമ്മിന്റെ കേസിൽ. അപ്പോൾ സ്റ്റെമ്മിന്റെ സ്ട്രക്ചർ പറഞ്ഞു, അതിന്റെ സെക്കൻഡറി ഗ്രോത്ത് പറഞ്ഞു. അപ്പൊ എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മാനോസൈലിക് ആയിട്ടുള്ള സ്റ്റെമ്മ് എന്തായിട്ട് മാറുകയാണ്? പോളിസ്റ്റൈലിക് ആയിട്ടുള്ള സ്റ്റെമ്മായിട്ട് മാറുകയാണ്. അതായത് ഒരുപാട് ഗ്രൂപ്പ് ഓഫ് എന്താണ്, സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും റിങ്ങുകൾ, കോൺസെൻട്രിക് ആയിട്ടുള്ള റിങ്ങുകൾ ഫോം ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ അത്രയാണ് എന്താ സൈക്കസിന്റെ സ്റ്റെമ്മിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഞാൻ പറഞ്ഞതിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചോദിക്കാം. യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.